ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടക്കുന്ന് വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ആകാശത്തിൽ കൂടി സൈക്കിളൊക്കെ ഓട്ടി പോണ ഒക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ ഒരു കസാല കണ്ടിട്ടു. ഞാനും എൻ്റെ ഉപ്പയും ഉണ്ടായിരുന്നു, ഉമ്മി. പിന്നെ ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയ്ക്കായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ആ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ നടക്കാണ്. അപ്പോൾ ഉപ്പച്ചി എന്നോട് എന്തോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നടക്കാം. അവിടുത്തെ വ്യൂ ഇതാ, കയറി ചെല്ലുമ്പോൾ തന്നെ 2ാമത്തെ ഫ്ലോറിലാണ്. പിന്നെ ഇങ്ങനെ പോന്ന് അവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ഞാൻ പോന്നാൽ ഇതാ മരങ്ങളും ഒക്കെ കണ്ടില്ല, അടിപൊളിയാണ്. പിന്നെയാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ കാണാൻ. അവിടെ കണ്ടോ, അവിടുന്നോട് ഫോട്ടോ എടുത്തു. പിന്നെ വേറെ 3ാമത്തെ ഫ്ലോറിൽ പറഞ്ഞാൽ കുട്ടികളെ കിഡ്സ് പാർക്കും ജിമ്മൊക്കെ എടുക്കാൻ പറ്റിയ ഒരിതാണ്. അവിടുന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് അവിടുത്തെ ഒരു വ്യൂ കേട്ടോ. ജിമ്മത്തെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ നടന്ന് പിന്നെ അവിടെ ഉണ്ട് പാർക്ക് കേട്ടോ. അവിടേക്കും ഒരു 50 കേട്ടോ ടിക്കറ്റ് ചാർജ്. പിന്നെ നമ്മൾ മിറാക്കിൾ ഗാർഡൻക്ക് കാണാൻ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ പോവുകയാണ്. ടിക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ്. പിന്നെ ഞങ്ങൾ കയറിയിട്ട് നമ്മൾ ഇതാണ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുക കേട്ടോ. പിന്നെയാണ് ഇനി ഉണ്ട് കേട്ടോ, കുറേ കാണാൻ ഒരുപാടുണ്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ലിവ് യു കോട്ടക്കുന്ന് എഴുതിയ ഒരു ഇതുണ്ടാവും കേട്ടോ, വെള്ളിച്ചാട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തു. ഫോട്ടോ ഇതിൽ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയുള്ളൊരു ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ പോയാലും കണ്ടോ, ഒന്നാകുള്ളൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു സൺസെറ്റൊക്കെ ഉള്ള നല്ലൊരു പ്ലേസാണ്. പിന്നെ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടോ. പിന്നെ വീഡിയോ എടുത്തേ. പിന്നെ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ അവിടുത്തെ വ്യൂ. ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്തിട്ടോ, ഉപ്പാൻ്റെ ഒരു ഫോട്ടോ. പിന്നെ നമ്മൾ ഇതാ അടുത്തൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറും ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പൂതലിൻ്റെ വരി അവിടുന്ന് ഇരുന്നുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തു. പിന്നെ വരുന്നത് ഒരു മരുഭൂമിയിലെ കാഴ്ചകളാണ്. ഒരു ടീമിൽ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി അത് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. അത് പാലിച്ചിട്ട് നമ്മൾ കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒട്ടകത്തിന് തന്നെ ആദ്യം കണ്ടു കേട്ടോ. ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ചെടികൾ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മരുഭൂമിൻ്റെ ഒരു ടീമിലാണ്. പിന്നെ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കാണും കേട്ടോ. എൻ്റെ ഉപ്പ അവിടെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ ഒട്ടകത്തിൻ്റെ മുകളിൽ ക്യൂട്ടറിന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾ പോവേണ്ട സ്ഥലമാണ് കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, 2 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരിട്ട് കാണുന്നത് അപ്പം നല്ലൊരു ഭംഗിയാണ്. ഈന്തപ്പനമരം ഉണ്ടോ കേട്ടോ.
എൻ്റെ ഉപ്പാനും ഫോട്ടോ എടുത്ത് ഞാനും ഫോട്ടോ എടുത്ത് കണ്ടോ. പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി അതേ ഒരു വ്യൂ തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നടന്നു. ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ്. കുറച്ച് ഭാഗങ്ങളല്ല കാണിച്ചിട്ടുള്ളൂ. ഇതൊരു വലിയൊരു വ്യൂ ഇതായിട്ട് കാണിച്ചു തരാണ്. നല്ല നല്ല ചെടികളൊക്കെ വെച്ച് നല്ലൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോക്കൂ. പിന്നെ അവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പാന മാത്രം. പിന്നെ താമരപ്പൂവിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ, കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നല്ല വിരിഞ്ഞ് നിൽക്കുന്നൊരു ഇതായിരുന്നു, താമരായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് പോന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഞാനൊന്ന് ഫോട്ടോ എടുത്തു കേട്ടോ, സിംഗിൾ ഫോട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് പിന്നെ അവിടെ ഐസ്ക്രീമിന് ഒരു മിഠായി കട കണ്ടു. പിന്നെ നമ്മൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം നമ്മളവിടെ പോയി. അതിന് മുമ്പുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ആനനൊക്കെ അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാലൊക്കെ ഓർന്ന് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീം ഫ്ലേവേഴ്സ് നോക്കാം. ഞാൻ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മുന്നിലല്ല, നല്ല ഫ്ലവർ ആട്ടോ, അടിപൊളിയാണ്. എനിക്ക് വാങ്ങിയത് ചോക്ലേറ്റ് ആണ്. ഉപ്പാക്ക് വാങ്ങിയത് ബട്ടർ സ്കോച്ചാണ്. ഉമ്മാക്ക് വാങ്ങിയത് ഒരു എൽനീൻ ഇതാണ്, ഐസ്ക്രീമാണ്. ഓരോരോ ഫ്ലേവറായിട്ട് അടിപൊളിയാണ്. എനിക്ക് ചോക്ലേറ്റിനോടാട്ടോ താല്പര്യം. അപ്പം നമ്മളിങ്ങനെ നടന്നു. ഒരു കൂണൊക്കെ ആനൻ്റെ അപ്പുറത്ത് കുറച്ച് ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീം തിന്നിട്ട് വരാം. പിന്നെ അടുത്തത് ഒരു പഴയ ഒരു തീമിലുള്ളൊരു ഗ്രാമത്തിന് വഴി ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഒരു ഇതാണ് കേട്ടോ, ഒരു ആദ്യം തന്നെ കയറുമ്പോൾ കാളൻ്റെ ഒരു വണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, ചില ഇതൊക്കെ വണ്ടിയൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആണ് കേട്ടത്. പണ്ടത്തെ വീടും പിന്നെ വായനശാലയും പിന്നെ ചായക്കടയൊക്കെ എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ് ആ ഭാഗത്തൊക്കെ ഒന്ന് പോകുമ്പോൾ കേട്ടോ. പണ്ടത്തെ ചായക്കടയും കൃഷി ചെയ്യുന്നത് ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാളൻ്റെ അവിടെ നിന്നാണ്ട്. പിന്നെ നല്ലൊരു അവിടുത്തെ വേറൊരു വ്യൂ. പിന്നെ അവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത കേട്ടോ. ആ ഫോട്ടോ 2 ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തു, സംസാരിക്കുന്ന ഫോട്ടോ എടുത്തു. പിന്നെ ഓല വീടുണ്ടായി. പിന്നെ വേറൊരു ഫോട്ടോ എടുത്തിന് കേട്ടോ, അതും കൂടി ഇത് ഉൾപ്പെടുത്താം. പിന്നെ ഉപ്പാനെ അവിടെ നിന്ന് കണ്ട് ഒരു ഫോട്ടോ എടുത്തിന് പോരാൻ നേരത്തെ. പിന്നെ നമ്മൾ കയറാൻ പോകുന്നത് ഒരു തിയേറ്റർ മാതിരിയുള്ളൊരു ഇതാണ് കേട്ടോ. അതിൽ കയറി അതിലത്തെ ഒരു വ്യൂ ആണ്. മസ്റ്റായി നിങ്ങൾ ട്രൈ ചെയ്യാനാണ്, അടിപൊളിയാണ് കേട്ടോ. ഒരു
ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്